പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് ഈ ഭൂമി നമുക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ദൈവവചനം വായിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം എൻ്റെ 4-ാമത്തെ വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. മരണദുഃഖം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പണ്ടുകാലങ്ങളിൽ മരണവീട്ടിൽ യഹൂദന്മാർ ചെല്ലുമ്പോൾ ഇത് ദൈവഹിതം 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 എന്നവർ 3 പ്രാവശ്യം ഉറക്കം വിളിച്ചു പറയുമായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിരോധാഭാസമായി തോന്നിയാലും ദുഃഖം അഥവാ മരണദുഃഖം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ദുഃഖത്തിൻ്റെ വേളയിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഉറ്റവരും ഉടയവരും തകരുമ്പോൾ, ജീവിതത്തിൽ ഉറ്റവരും ഉടയവരുമൊക്കെ നമ്മളെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, കുടുംബജീവിതങ്ങൾ തകരുമ്പോൾ, ഭാര്യ ഭർത്തൃബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഭയാനകമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴൊക്കെ മരണകരമായ ദുഃഖങ്ങൾ നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞാനും നിങ്ങളും അതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് ദൈവം നമ്മൾ കൂടെ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ പല ആളുകളും ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത അനവധി സംഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ലോകത്തിൽ പ്രൈസ് ദി ലോർഡ് ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും മരണം ആണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പണ്ടേ മരണപ്പെട്ടേനെ. ഹല്ലേലൂയ. എന്നാൽ മരണകരമായ ദുഃഖം നമുക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, മഹാവ്യാധികൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മുടെ മേൽ കൃപ അഥവാ അഭിഷേകത്തേക്ക് പകരുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, പലരും ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ആ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടി പലരും മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും അടിമകളായി സുബോധം നഷ്ടപ്പെടുത്തി ആ ദുഃഖത്തെ അതിജീവിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അത് താൽക്കാലികമാണ്. ആ ലഹരിയുടെ വീര്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നാം വീണ്ടും ആ ദുഃഖത്തിലേക്ക് തന്നെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ജീവിതം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ നിഴലിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ വിവിധമായ നിലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്, ദുഃഖങ്ങൾ നേരിടുന്നവരാണ്, നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുമ്പോഴാണ് അങ്ങനെയുള്ള മരണദുഃഖത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ദുഃഖം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറുന്നതല്ല. ദുഃഖം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ മാറുന്നതല്ല. പിന്നെയോ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നതാണ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ തന്നെ നിങ്ങളെപ്പോലെ തന്നെ വിവിധമായ ദുഃഖങ്ങളിൽ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാനും. അങ്ങനെ ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ആ ദുഃഖത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ ഞാൻ പൊടുന്നനവേ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ അഥവാ എൻ്റെ ജീവിതത്തെ തകർത്ത് കളയുകയാണെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും. എൻ്റെ ജഡം ഈ ഭൂമിയിലേക്ക് ചേരുക മാത്രമല്ല, എൻ്റെ ആത്മാവിന് നിത്യസമാധാനമില്ലാതെ ഹല്ലേലൂയ നരകത്തിലേക്ക് പോകും. ഈ ഭൂമിയിൽ അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് ദുഃഖമാണ് നാം നരകത്തിൽ അനുഭവിക്കാൻ പോകുന്നതെന്ന് ഹല്ലേലൂയ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ കടന്നു വരാം, ഞെരുക്കങ്ങൾ കടന്നു വരാം, നിരാശകൾ കടന്നു വരാം. നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായ അനവധി ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ ഒരുപക്ഷേ നീ ചിന്തിച്ചേക്കാം, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ വന്നത്, ഇതെല്ലാം എൻ്റെ തലേവിധിയാണ്, എനിക്ക് ജീവിക്കണ്ട, മരിച്ചാ മതി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ജീവിതമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഓ നീ മരിക്കുവാനുള്ളവനല്ല, നിന്റെ ദുഃഖത്തിനൊരാശ്വാസം കിട്ടുന്ന ദിവസങ്ങളുണ്ട്. നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, 30-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുകയാണ്,
നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ചെൻ്റെ സന്തോഷം മുടിപ്പിച്ചു എന്ന്. ഹല്ലേലൂയ. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ കഴിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന ദുഃഖവേളകൾ എത്ര ഭയാനകമായിരുന്നാലും, ജീവിതത്തിൽ ദാരിദ്ര്യമാണ്, കഷ്ടതയാണ്, ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുകയാണെങ്കിലും അവിടെ നീ തകർന്നു പോകാതെ ആമേൻ സർവശക്തനായ ദൈവത്തോട് നീ ചോദിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സകല പ്രതിസന്ധികളെ മാറ്റി തരുവാൻ ദൈവത്തിന് കഴിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് തകർത്ത് കളയുവാനല്ല. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം അത് ജീവിച്ച് തീർക്കണം. ഒരുപക്ഷേ നമുക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന കോപത്താൽ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ നശിപ്പിച്ച് കളഞ്ഞാലും പിന്നത്തേതിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭയാനകമായ കഷ്ടത എന്ന് പറയുന്നത് അത് നിങ്ങളെ കൊണ്ട് തരണം ചെയ്യുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണോ? നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവളാണോ? ജീവിതത്തിലെല്ലാം തകർന്ന് നിരാശയുടെ നടുവിലാണോ നീ യാത്ര ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അത് നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ, നിന്റെ സങ്കടത്തെ മാറ്റുവാൻ ആമേ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ഭാരങ്ങൾ മുഴുവൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവജനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന്. ഹല്ലേലൂയ. 52-ാം സങ്കീർത്തനം ഹല്ലേലൂയ നാം വായിക്കുമ്പോൾ, ഈരാ നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ പല ദുഷ്ടന്മാരും പല അന്ധകാര ശക്തികളും നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, പ്രശ്നങ്ങളുമായി കടന്നു വരുമ്പോൾ, അവിടെയൊക്കെ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നീ കടന്നു പോകുന്ന ഭയാനകമായ ദുഃഖത്തെ അതിജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ, നിൻ്റെ ദുഃഖത്തെ മാറ്റട്ടെ. നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ മേഖലയിൽ ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവരുടെ കണ്ണുനീര് തുടയ്ക്കണമേ, അവരുടെ സങ്കടങ്ങൾക്ക് അവർക്ക് വിടുതൽ കൊടുക്കണമേ. ആമേൻ. ആരും ഞങ്ങളുടെ ജീവനെ ഒടുക്കി കളയാതെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ സമാധാനം പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.